ഈസക്കൊച്ചിന് ഇത്ര നേരത്തെ നീക്കാനൊക്കെ അറിയോ? ആരാ പപ്പ ഒരു മാറ്റം ആഗ്രഹിക്കാത്ത? ഇന്നു മുതൽ ഈസ നന്നാവാൻ തീരുമാനിച്ചു. ആര് നേരത്തെ നീക്കും? നീയോ? നടക്കണ കാര്യം പറയണ്ട ഈസ, കോമഡി പറയാതെ. ചിമ്മി, നീ എന്നെ കളിയാക്കാൻ നോക്കണ്ട കേട്ടോ. ഈസക്ക് ഒരു വാക്കും ഒരു തന്തയുള്ളു. പറഞ്ഞതുപോലെ ഞാൻ നടത്തി കാണിക്ക എന്റെ പൊന്ന് ജിമ്മി. അതിന് ജിമ്മി അല്ലേ പറയുന്നത്, ഈസയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പറയുമ്പോ തന്നെയല്ലേ മടി പിടിച്ച ആള് ഞാൻ മേലോട്ട് വന്ന് നീപ്പിച്ച് സ്ട്രോബെറി മിൽക്ക് വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കോളേജിലേക്ക് വരുന്ന ആള് ഒരു ദിവസം കൊണ്ട് നന്നാവേ. നമുക്ക് കാണാം എവിടെ വരെ പോവെന്ന് നമുക്ക് നോക്കാട്ടോ. ഓക്കെ മോനെ, ഈസയാ പറഞ്ഞത്. നന്നാവാൻ തീരുമാനിച്ചാൽ ഈസ നന്നായിട്ടേ അടങ്ങുള്ളൂ. എന്റെ ഈശോയെ, ഇന്നലെ രാത്രി ഈസന്റെ തലയിൽ തേങ്ങ വല്ലതും വീണിക്കണോ? അല്ലാതെ ആ കൊച്ചു നന്നാവുന്ന എനിക്ക് തോന്നണില്ല. കോളേജിൽ നിന്ന് കാര്യം കേൾക്കുമ്പോ തന്നെ തലഭ്രാന്ത് പിടിക്കണ ആള് പെട്ടെന്നൊരു ദിവസം വന്ന് നന്നായി രാവിലെ തന്നെ ആരും വിളിക്കാതെ നീച്ച്, പപ്പ നിങ്ങളൊന്ന് പുറത്തു പോയി നോക്ക്, കാക്കമീൽ മലന്ന് പറക്കണുണ്ടോന്ന്. അല്ലാതെ ഒന്നും ഈസ നന്നാവൂല. എടാ ജിമ്മി, മിണ്ടാതിരിക്ക്. എന്റെ കൊച്ചിനെ കളിയാക്കാൻ നിൽക്കണ്ട കേട്ടോ. എന്റെ കൊച്ചി നല്ല കൊച്ചാണ്, നിന്നെ പോലെ ഒന്നുമല്ല. എന്റെ കൊച്ചി നന്നാവാൻ തീരുമാനിച്ചാൽ എന്തായാലും ഈസ കൊച്ചി നന്നാവും. ഓക്കെ. പപ്പയും മോളും ഒറ്റക്കെട്ടായി, നമ്മൾ ഔട്ടായി. ആയിക്കോട്ടെ. അല്ലെങ്കിൽ പപ്പയാണ് പറയലേ അവളെ പോയി വിളിക്കേ, അവളെ നീക്കണില്ലാന്ന്. ഇപ്പൊ എല്ലാ കുറ്റി എന്റെ മേത്തായി. പപ്പയും മോളും ഒറ്റക്കെട്ട്. ആയിക്കോട്ടെ. ഒന്ന് പോയിക്കേ കൊച്ചുങ്ങളെ കൊണ്ട് തോറ്റ്. നിങ്ങളെ വേഗം കഴിക്കാൻ നോക്ക്. കോളേജൊക്കെ പോകേണ്ടതല്ലേ? വേഗം കഴിച്ചാലേ കോളേജൊക്കെ പോകുള്ളൂ. സംസാരിച്ചിരിക്കാതെ കഴിക്കാൻ നോക്ക് കേട്ടോ. മതി തിരക്കുണ്ടാക്കിയതൊക്കെ. ഞാൻ രണ്ടാളെ സൈഡിലുണ്ട്, ഒരാളെ സൈഡിൽ മാത്രമല്ല. എനിക്ക് എന്റെ മോനും ഇമ്പോർട്ടന്റ് ആണ്, എന്റെ മോളും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എന്ത് പറ്റി മോളെ? ഇസമ്മേ, ഇന്ന് നേരത്തെ ആണല്ലോ. അല്ലെങ്കിൽ ഫസ്റ്റ് പീരീഡ് 5 മിനിറ്റ് ലേറ്റ് ആയാൽ സാറ് ഗെറ്റ് ഔട്ട് അടിക്കുന്ന ആള് ഇന്ന് 8:45 കോളേജിലെത്തി. അതിശയം. ആരാ ഇസമ്മേ ഒരു മാറ്റം ആഗ്രഹിക്കാത്ത? ഇനി മുതൽ ഇസന്റെ ലൈഫിൽ പുതിയ തുടക്കങ്ങൾ മാത്രം, നല്ലത് മാത്രം ഈസ ചെയ്യുള്ളൂ. നന്നാവാൻ തീരുമാനിച്ചു. ഇനി ലേറ്റായിട്ട് ഈസ കോളേജിലേക്ക് വരൂല, നേരത്തെ വരുള്ളൂ. ഓക്കെ, എല്ലാരും മാറ്റം ആഗ്രഹിക്കും. അല്ലാതെ ജോൺ സാറിനെ കാണാൻ വേണ്ടിയല്ലല്ലേ നേരത്തെ വന്നത്? 2 മന്ത് ലീവല്ലായിരുന്നോ? അതുകൊണ്ട് നേരത്തെ വന്നതാണ്. കണ്ടിട്ടില്ലല്ലോ ആളെ. നശിപ്പിച്ച് ആ മൂഡ് പോയി. തളരൂല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈസ തളരൂല. തളരാതെ ഞാൻ അതിജീവിക്കും. ഓക്കെ, എന്താണ് ഈസമ്മ ചേന്നി എന്റെ കൊച്ചിനെ കളിയാക്കല്ലോ. അവൾ സാറിനെ കാണാൻ വരുന്നത് ഇത്ര വലിയ തെറ്റാണോ? ലിയ, നീയും അവരെ കൂടെ ചേർന്ന് എന്നെ ഊക്കാൻ തുടങ്ങിയ? ഞാൻ നന്നാവാൻ അല്ലേ തീരുമാനിച്ചപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഒരു പുച്ഛമല്ലേ? കാണിച്ചു തരാം. നിങ്ങൾ എന്റെ അടുത്ത് വരുമല്ല, നിങ്ങൾ എന്നെ എത്തി. ഞാൻ ഇവിടുന്ന് പോവാണ്. എന്റെ മൂടൊക്കെ പോയി. എടി ഞങ്ങൾ ചുമ്മാ പറഞ്ഞതാണ് മുത്തേ. നിക്കടി. പെണ്ണിനെ കൊണ്ട്
തോറ്റു. അയ്യോ ജിയോൺ സാറല്ലേ? അയ്യോ എന്റെ ഹാർട്ട് ഇങ്ങനെ എന്തിനാ അങ്ങനെ ഇരിക്കുന്നത്? ഒട്ടല്ലോ എന്നാ ലുക്കാണ് എന്റെ സാറിനെ കാണാൻ. ദിവസം കൂടുമ്പത്തിന് കൊച്ചി കള്ളിയും ഭംഗി കൂടുകയാണ്. എന്റെ ഹാർട്ടേ ഇങ്ങനെ ഞാൻ ചത്തുപോകും. എന്താണ് ഈസ, തനിക്കെന്താ? ക്ലാസ് ഇല്ലേ? ഞാനിപ്പോൾ ക്ലാസ്സിൽ വരും. നിന്നെ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ബാക്കി ഞാൻ കാണിച്ചു തരാം. ക്ലാസ്സിലേക്ക് പോകാൻ നോക്കാം. ആ സാറി പോണേ പോയി ഈ പെണ്ണിനെ കൊണ്ട് ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് മുതൽ നമ്മളെ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യണേ. കഴിഞ്ഞ വർഷത്തെ പോലെ ഉടായ്പും കാര്യങ്ങളും ഇവിടെ നടക്കൂല. കൃത്യം ടൈമിൽ വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. ഇന്ന് പഠിപ്പിച്ച നോട്ടും കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഞാൻ നാളെ വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ അസൈൻമെന്റ് ഉണ്ടാവും, പ്രൊജക്റ്റും ഉണ്ടാവും. അത് എല്ലാവരും ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ബാക്കി ഞാൻ കാണിച്ചു തരണ്ടേ. ഉടായ്പ ഇവിടെ നടക്കൂല. പഠിക്കാനാണെങ്കിലും വന്നതെങ്കിൽ പഠിച്ചിട്ടേ പോവുള്ളൂ. വേറെ ഒന്നും ഇവിടെ നടക്കൂല. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സ്റ്റുഡൻറ്, ബാക്കി നമുക്ക് നാളെ എടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് പഠിപ്പിച്ച 20 പേജ് നോട്ട്സ് എന്നും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, നാളെ എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. പഠിക്കാതെ ആരും വരണ്ട. പഠിച്ചിട്ട് വന്ന് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതാണ്. ചെയ്തിട്ടില്ലെങ്കിൽ 100 തവണ ഞാൻ എഴുതിപ്പിക്കും. ഓക്കെ? ഇതെന്താ കോളേജോ ഈ സ്കൂളോ? ഈ സ്കൂളിലെ ഇമ്പോസിഷനൊക്കെ ഇതെന്താ ഇവിടെ എന്തെങ്ങനെ? വല്ലാത്തൊരു കോളേജ് തന്നെ. എത്ര പെട്ടെന്നല്ലേ ജോൺ സാറിന്റെ ക്ലാസ് കഴിഞ്ഞത്. അടുത്ത പീരീഡ് ആരാ? അയ്യോ ഷോൺസ് അല്ലേ? എത്ര പെട്ടെന്നാന്നോ 2 അവർ ആളെടുത്തിക്കണേ. നിനക്കില്ല നിന്റെ ക്രഷ് അല്ലേ, അപ്പൊ എനിക്ക് പെട്ടെന്ന് ടൈം പോവും, ആളെ പഞ്ചാരടിക്കാലോ. അതേപോലെയാണ് ഞങ്ങൾ എഴുതി കൈയൊക്കെ നോക്ക്. ഒന്നിക്കലും അത് സാറിനെ കെട്ടിയാല് ഫസ്റ്റില് 8 കുറച്ച് കുറക്കാൻ പറഞ്ഞു. 2 അവർ തന്നെ എത്ര പേജ്? 20 പേജ് എഴുതിയിരുന്നു. ഇനി അടുത്ത ഷോൺസ്. അതിന്റെ പറയാൻ വയ്യ. ക്ലാസ്സിൽ ഇരിക്കുമ്പോ തന്നെ തുടങ്ങും. എന്താണ് ബെഞ്ച് സംസാരം? നീക്കൂ ലിസ, നീക്കൂ ലിസ. എപ്പോഴും തളക്കി ഇങ്ങനെ തന്നെയാണ് മൈൻഡ്. ഓ കൊഞ്ചിനൊരു കുറവില്ല. ഇസമ്മ ഷോൺസ് മിസ് എന്ന് എന്നെ വിളിക്കണം പറയാം, നിന്നോടുള്ള സ്നേഹം കൊണ്ട്. അതല്ലേ നീ ജസ്റ്റ് തിരിയുമ്പോ ലിസാനൊക്കെ വിളിക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്താലും മിസ് മൈൻഡ് ആക്കിയേ ചെയ്യില്ല. പക്ഷെ നീ ഒന്ന് പറഞ്ഞാൽ, ഒന്ന് സംസാരിച്ചാല്, ഒന്ന് എന്താ പറയാ പേന ചോദിക്കണേ വലിച്ച് നിന്നെ ഗെറ്റ് ഔട്ട് അടിക്കലാണ്. അത് നല്ലതാ, സ്നേഹം കൊണ്ടാണ്. വേറെ ഒന്നും വിചാരിക്കരുത് മോള് കേട്ടോ. അതെ ഇങ്ങനൊന്നും ഒരാളും സ്നേഹിക്കരുത്. സ്നേഹം കുറച്ച് കൂടിപ്പോയാണല്ലോ ഗെറ്റ് ഔട്ട് ഒക്കെ അടിക്കുന്നത്. ചെന്ന് പൊയ്ക്കേപ്പണേ. ഓ അങ്ങനെ ഷോൺസി മിസ്സിന്റെ പീരീഡും കഴിഞ്ഞു. നമുക്ക് ക്യാൻറ്റീൻ പോവാം, എന്നിട്ട് ചാടിക്കാം. ഇന്ന് ഇസന്റെ വക ചെലവ്. ഇസ
ജീവൻ സാറിന് ക്രഷ് അടിച്ചപ്പോ മുതലേ പറഞ്ഞതാണ് ചായ വാങ്ങിത്തരണ്ട്, കടി വാങ്ങിത്തരണ്ട്. ബട്ട് ഇന്നേ വരായിട്ടും ആള് വാങ്ങി തന്നിട്ടില്ല. ഇനി കിസ്സന്റെ വക ചെലവ് 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 ഒന്നും പറഞ്ഞാലും കാര്യമില്ല. എന്റെ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്ന് മോളെ നിന്റെ കൈക്ക് ഞങ്ങളില്ലേ ക്യാഷ് എടുത്ത് ചെലവാക്കിപ്പിക്കും. ഓക്കെ? അതെന്ത് വർത്താനം? ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ വാങ്ങി തരൂല. കൃഷിയല്ലേ ഉള്ളൂ, അല്ലാതെ സെറ്റ് ആയിട്ടില്ലല്ലോ, കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. എന്തായാലും ജോൺ സാറ് എന്നെ മാരേജ് ചെയ്താൽ എന്നിട്ട് എന്റെ വക വെഡിങ് ഡ്രസ് ഫ്രീ. ഓക്കെ? എല്ലാവരും ഇപ്പൊ ചെലവും കാര്യങ്ങളും ഒന്നുമില്ല. പാപ്പരാണ് മോളെ, നേയാ പൈസ ഇല്ല. ഓക്കെ? നിങ്ങൾ വലിയ റിച്ച് ആയിരിക്കാം, ബട്ട് നമ്മൾ അങ്ങനെ ഇല്ലല്ലോ. എന്താ മോളെ ഇസമ്മ? എന്തായാലും നിന്റെ വകയെന്ന് എന്തായാലും ചെലവാണ്. സെറ്റായാലും ശരി, സെറ്റായില്ലെങ്കിലും ശരി. ക്രഷ് അടിച്ചോ അപ്പൊ എന്തായാലും ചെലവാണ്. എക്സാമിന് പൊട്ടിയ ചെലവ്, എക്സാമിന് പാസ്സായ ചെലവ്, ബ്രേക്കപ്പ് ആയ ചെലവ്, സെറ്റായ ചെലവ്, കല്യാണ ചെലവ്, പ്രഗ്നന്റ് ചെലവ്, ഒക്കത്തിന് ചെലവാണ്. ഇവിടെ ഫുൾ ചെലവ് വിട്ടിട്ട് ഒരു കളിയില്ല. നിന്റെ വക ചായ 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 ചായ. എല്ലാവരും നിന്നെ വിടൂല മോളെ. പൈസ ഇല്ല പൈസ ഇല്ലാന്ന് കാര്യമില്ല. നിന്റെ അടുത്ത് പൈസ ഉള്ളത് ഞമ്മക്കറിയാം. നീ നിർത്തിട്ടോ. മക്കളെ, എന്താണ് വേണ്ടി കഴിക്കാൻ? എനിക്ക് നല്ല കോഫിയും പിന്നെ മറ്റേ ബർഗറില്ലേ അതെടുത്തോളൂ. വേറെ ഒന്നും വേണ്ട. ഇതിലേക്ക് എന്താ വേണ്ടത്? ഇതിലേക്ക് ഏട്ടാ അവിടെ നല്ല സ്ട്രോങ് ടീയും പിന്നെ 3 റൈസും. ജിമിക്ക് നല്ല ജ്യൂസ്, മാംഗോ ജ്യൂസ്. വേറെ ഒന്നും വേണ്ട, മാംഗോ ജ്യൂസ് മാത്രം മതി. എന്റെ ഈശോയെ, എന്താടാ ഒരു ചായ സമൂസ തന്നിട്ട് എത്ര ആയി വാങ്ങണത്? തരട്ടോ, എനിക്കും ഒരു ചാൻസ്. അപ്പൊ നിങ്ങളെ ഞാനല്ല മുടിപ്പിക്കും വെച്ചാൽ മുടിപ്പിക്കും. ഓക്കെ? കാണിച്ചു തരണ്ട്. ഇസക്കും കാണിച്ചു തരണ്ട്, ഇലിസക്കും കാണിച്ചിട്ടുണ്ട്, നിനക്കും തരണ്ട്. നീ ഇപ്പൊ കണക്ക് പറയാൻ തുടങ്ങിയില്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, വിഷമൊക്കെണ്ടിട്ടാ. പക്ഷേ ഞങ്ങൾ ഇതിനൊന്നും തളരാൻ പോകുന്നില്ലേ. ഇത് എന്തൊക്കെ പറഞ്ഞാലും ഇനി ഞങ്ങൾക്കില്ലേ എന്താണ് സാൻഡ്വിച്ച് വേങ്ങാണ്ട്. ഇവർക്ക് സാൻഡ്വിച്ച് കിട്ടിയിട്ടില്ലാണ്. പിന്നെ ഞാൻ മുണ്ടിപ്പിച്ചിട്ട് അടങ്ങുള്ളൂ ട്ടാ. ഗുഡ് മോർണിംഗ് സ്റ്റുഡന്റ്. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പുതിയ സ്റ്റുഡന്റ് ആണ്. ആയു എന്നാണ് നെയിം. അപ്പോ ആയു, നീ സീറ്റിൽ പോയിരുന്നോ? പിന്നെ ക്ലാസ് തുടങ്ങിയിട്ട് 2 വീക്കായി. അപ്പോ നോട്ടും കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിച്ച് എഴുതാം. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഓക്കെ? ഇസ, ഒന്ന് നോക്ക്. സാറിന്റെ മുഖത്തൊരു ചിരി. അതിന് സാറ് ചിരിച്ചോട്ടെ. അതിനിപ്പെന്താ? സാറിന് പല്ലുണ്ടായിട്ടാവും സാറ് ചിരിക്കും. ഓ, നല്ല ജലസാണല്ലേ കൊച്ചെ. സാറ് ചിരിച്ചോണ്ട് നടക്കട്ടെ. ഇങ്ങനൊന്നും ജലസാൻ പാടി കേട്ടോ. എനിക്ക് ജലസൊന്നുമില്ല. സാറ് വേണമെങ്കിൽ ചിരിക്കട്ടെ, ചിരിക്കാതിരിക്കട്ടെ. ഒന്ന് പോടി. ജലസൊന്നും ഈസക്കില്ല. ഓക്കെ? ലിസ, ഇത് നമ്മള് ജീവൻ സാറും പിന്നെ നിന്ന് വന്ന സ്റ്റുഡന്റ് അല്ലേ?
അതെന്താ അവിടെ ഇരിക്കണ? ഭയങ്കര ചിരിച്ചിട്ടാണല്ലോ സംസാരിക്കണത്. എന്താണ്? ഈ പോക്ക് പോവാണെങ്കിൽ ഇസ എന്റെ ജീവൻ സാർ കൈവിട്ട് പോവോ? ഒന്ന് പോടി. ജിയോൺ സാർ അങ്ങനെ സെറ്റ് ആവുമെന്ന് ചെയ്യില്ല. ജിയോൺ സാറ് എനിക്കുള്ളതാണ് കേട്ടാ. നിങ്ങളെല്ലാരും പാടെ നിങ്ങളിന്നെ ആക്കല്ലോ. അല്ല ഇസ, എന്താണ് മുഖത്തൊരു വാട്ടം? ഞങ്ങള് തമാശ പറഞ്ഞല്ലേ, അതിന് സീരിയസ് ഒന്നും ആക്കി എടുക്കണ്ട പൊട്ടത്തി. എടാ എനിക്കറിയാം നിങ്ങൾ തമാശ പറഞ്ഞതാണെന്ന്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞത് കാണുമ്പോ കേറുന്നുണ്ട്. ഒന്നിക്കലേ ഈ പോക്ക് പോയാൽ ഇയാളെ ഞാൻ ഉണ്ടല്ലോ വെട്ടും. സാറിന്റെ ജീവനും ചിലപ്പോ എന്റെ കയ്യുണ്ടാവും. ക്ഷമ തന്നോണ്ടാണ്. പുതിയ സ്റ്റുഡന്റ് ആവാം, ഓക്കെ. ബട്ട് സാറ് ചിരിച്ച് സംസാരിക്കുമ്പോ എന്നോട് പോലും ചെന്നായി ചിരിക്കലില്ല. അപ്പൊ എനിക്ക് ചെറുതായിട്ടൊരു ഫീല്, വേറൊന്നുമില്ല. ലിസ, ജെന്നി, ലിയ ക്ലാസ്സിൽ വരുന്നുണ്ടോ? ഞാൻ ക്ലാസ്സിൽ പോവാണ്. നിങ്ങൾ വരണമെങ്കിൽ എന്റെ കൂടെ പോരെ. ഞാൻ പോവാണ്. എന്റെ ഈസ പതുക്കെ പറ, ചെവിട് പൊട്ടണ്. ക്ലാസ്സൊക്കെ വരുന്നു, നടന്നൂടെ? ഞങ്ങളുണ്ട്. മുഖം വാടിയിരിക്കണേ. എടാ ഞങ്ങൾ തമാശ പറഞ്ഞതാടാ. പുതിയ സ്റ്റുഡന്റ് അല്ലേ, അപ്പൊ സാറ് നിങ്ങൾ ഡൗട്ട് തീർക്കാൻ വേണ്ടി ക്ലാസ് എടുക്കണതാണ്. എനിക്ക് ജിയോൺ സാറിന് അറിയണം തന്നെ. ഏത് പെണ്ണുങ്ങൾ വന്നാലോ ആള് വിളിക്കൂല. പിന്നെ എന്താടാ പ്രശ്നം? എന്താണ് മുഖം എന്റെ എല്ലായിട്ട് നിക്കണേ? ചിരിക്ക്. എന്താന്നറിയില്ലടാ, ഞാൻ ഇന്ന് നമ്മള് ക്യാൻറ്റീനിൽ പോയി കണ്ടില്ലേ, ചിരിച്ച് സംസാരിക്കുമ്പോ ജിയോൺ സാർ ഇതുവരെയായിട്ട് എന്നോട് ചിരിച്ച് സംസാരിച്ചിട്ടില്ലേ. ഇത്ര കാലം ഞാൻ സാറിന് പുറകെ നടന്നല്ലേ. അപ്പൊ എനിക്ക് ഭയങ്കര ഫീല്, വേറൊന്നുമില്ല. കാര്യല്ലേ? സാറ് നോക്കണടാ, ചില കൊച്ചു കുട്ടികളെ പോലെ. ഞങ്ങളെ ഈസ ഇങ്ങനെ ഒന്നല്ലല്ലോ, കൂളല്ലേ? കൂളായിരിക്കും. എന്താണ് എന്താ ബേക്ക് ബെഞ്ചിൽ എന്താ ഇസന്തിന്റെ കാര്യം? ഇസകെന്താ? അത് സാറേ, ഇസക്ക് ചെറുതായിട്ട് തലവേദന, അതാണ്. ഓ, ഹോസ്പിറ്റലിൽ പോണോ? അല്ലെങ്കിൽ താൻ റെസ്റ്റ് എടുത്തോ. ഹോസ്പിറ്റലിൽ പോണെങ്കിൽ പോവാ. ഹോസ്പിറ്റലൊന്നും പോണ്ട, അത് റെസ്റ്റ് എടുത്താൽ മാറിക്കോളും. ഓക്കെ അല്ലേ? എന്നാ റെസ്റ്റ് എടുക്കട്ടെ താൻ. അതെന്തിനാണ് ഹോസ്പിറ്റലിൽ പോണ്ട ആവശ്യം? അത്ര വലിയ കെയർ ഒന്നും ചെയ്യണ്ട. ഫുൾ അഭിനയാണ് സാറിന്റെ കെയർ കിട്ടാൻ വേണ്ടിയിട്ട്. അവള് എത്ര ശ്രമിച്ചാലും എന്റെ ജിയോൺ സാറിനെ വളർത്താൻ സമ്മതിക്കില്ല. ജിയോൺ സാറിന് ഞാൻ മാത്രമേ സ്വന്തമാക്കുള്ളൂ. ജിയോൺ സാറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോളേജിൽ വന്നിരുന്നത്. ജിയോൺ സാറിന് ആര് തട്ടില്ലെങ്കിൽ അവരെ ഞാൻ കാണിച്ചു. പിന്നെ അവർക്ക് ബുദ്ധി ഉണ്ടാവില്ല. ജിയോൺ സാറിനെ സെറ്റാക്കാനുള്ള ബുദ്ധി. ജിയോൺ സാറ് എൻ്റെത് മാത്രമാണ്. ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻറ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും തിയറി എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ലാബും കാര്യങ്ങളും ഒക്കെ ചെയ്യാണ്ട്. നാളെ നമുക്ക് ലാബല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് റെക്കോർഡിൽ എഴുതാനുള്ള നോട്ട്സ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും എഴുതെടുക്കട്ടോ. ഉയിരിന്റെ താളിൽ എഴുതി ഞാൻ മിന്നാമിന്നി കണ്ണാളെ മിന്നും മിന്നൽ പെണ്ണാളെ കരളിലൊഴുകുമൊരരുവിയലയുടെ കുളിരു നീയല്ലേ. നമ്മളിപ്പോൾ റെക്കോർഡിൽ ചെയ്തില്ലേ എക്സ്പെരിമെന്റ്. അപ്പോൾ അത് നമുക്ക് നാളെ മുതൽ ചെയ്യണം. അപ്പോൾ എല്ലാവരും റെക്കോർഡില്ലാതെ ഞാൻ ക്ലാസ്സിൽ കയറ്റില്ല. അപ്പോൾ ഇന്ന് എഴുതി തന്നത് വെച്ചിട്ടാണ് നമ്മൾ വരച്ചൊക്കെ ചെയ്തല്ലോ.
അത് നോക്കിയിട്ടാണ് നമ്മൾ ലാബിൽ ചെയ്യേണ്ടത്. പ്രൊസീഡ് കിട്ടിയിട്ടേ ഞാൻ ലാബിൻ്റെ ഉള്ളിൽ കയറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും റെക്കോർഡിട്ട് വരിക. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ നാളെ കാണാം കേട്ടോ. എടാ ഒരു മിനിറ്റ്, ഞാനൊന്ന് ജിമ്മിനെ കണ്ടിട്ട് വേഗം വരാം. ഏയ് ജിമ്മി, എടാ ഇവിടെ നിക്കടാ. കൊച്ചി ജിമ്മിന്നല്ലേ ഇസ, ഞാൻ നിന്റെ പ്രൊഫസറാണ്, എന്റെ ഓർമ്മ കാണാം. വീട്ടിൽ മതി ജിമ്മിന്നൊക്കെ വിളിക്കല്. എന്ത് നിനക്കെന്താ ക്ലാസ് ഒന്നില്ലേ? ആ വീട്ടിൽ നിന്ന് വിളിക്കാം. ഇപ്പൊ എന്തായാലും സാർമാരും ടീച്ചേഴ്സ്മാരും ഒന്നും എടുത്തില്ലല്ലോ. അപ്പൊ നിന്നെ സാറിന്ന് വിളിക്കാം. ക്ലാസ് ഒക്കെ ഉണ്ട്. നീ എങ്ങോട്ടാ മുങ്ങണത്? എന്റെ സ്ട്രോബെറി മിൽക്കോടെ. സ്ട്രോബെറി മിൽക്ക് ഇന്നലെ നീ പറഞ്ഞതാണ് എനിക്ക് ക്ലാസ് ടൈമിൽ ഞാൻ ഇന്റർവെല്ലിന് ഞാൻ നിനക്ക് തരേണ്ടത്, പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. സ്ട്രോബെറി മിൽക്കോ? സ്ട്രോബെറി മിൽക്ക് ഞാനില്ലേ ലിയന്റെ കൈക്ക് ഞാൻ കൊടുത്തയച്ചല്ലോ. ലിയനെ മീറ്റാക്കാൻ വന്ന ടൈമില് ഞാൻ അവൾക്ക് 2 കൊടുത്തു. ഒന്ന് നിനക്ക് തരാനും പറഞ്ഞ്, ഒന്ന് അവളോടും കഴിക്കാൻ പറഞ്ഞ്. എന്തേ നിനക്കെന്താ അവള് തന്നില്ലേ? അവള് നിന്നെ ചടിച്ച് അവള് കുടിച്ചിട്ടുണ്ടാവും. അത് സാരില്ല കേട്ടോ. സ്ട്രോബെറി മിൽക്ക് അവള് കുടിച്ച അവൾക്കുള്ള ഞാൻ കാണിച്ചു കൊടുക്കട്ടാ. എന്ത് തൊട്ടാലും ഞാൻ സഹിക്കും, പക്ഷെ എന്റെ സ്ട്രോബെറി മിൽക്ക് കാണിച്ചു കൊടുക്കാം. എന്നാ ജിമ്മിന്ന് ശരി, നീ പോയിക്കോ. കൊച്ചേ, നീ എന്റെ പെണ്ണിനെ ഒന്നും ചെയ്യല്ലേട്ടാ, കൊല്ലല്ലേ. കെട്ടാനുള്ളതാണ് ഇട്ടാ, അത് മറക്കരുത്. കൊല്ലണോ വെറുതെ വിടണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അവൾക്കുള്ള പണി ഞാൻ കൊടുക്കും. എന്റെ സ്ട്രോബെറി മിൽക്ക് കഴിച്ചതല്ലേ. എന്റെ ലിയ മുത്തേ, ഇന്ന് അടുത്തേക്ക് വാ. ചേച്ചി കുറെ കാര്യങ്ങൾ ചോദിക്കട്ടെ. ജിമ്മി തന്ന സ്ട്രോബെറി മിൽക്ക് എവിടെ? അത് ഞാന് കുടിച്ച്. എടാ സോറിടാ, ഞാനില്ലേ ഞാൻ കുടിച്ചു പോയി. സോറി. മോളെ ലിയ അവിടെ നിന്നോ. അവിടെ നിന്നാൽ എനിക്ക് 2 അടി കിട്ടുള്ളൂ. ഓടിയാലുണ്ടല്ല തല ഞാൻ തല്ലി പൊട്ടിക്കും. ഇനി ഓടല്ലടി, നീ പോയി പണി നോക്കടി. ഞാൻ ഓടും, എന്നാലും അങ്ങനെ കിട്ടും. ഇനി കിട്ടൂല എനിക്കിട്ടാ. എന്താണ് ലിസ, എവിടേക്കാണ് മണ്ടത്? ഇപ്പൊ തന്നെ വീണിന്ന് ഞാൻ പിടിച്ചിട്ടില്ലെങ്കിൽ. സാറേ, അത് അവിടെ സ്ട്രോബെറി മിൽക്കില്ലേ കുടിച്ചിക്കണേ, ജിമ്മി കൊടുത്തത്. അതുകൊണ്ടാണ് ഓടുന്നത്. അവളോട് മണ്ടല്ലെന്ന് പറയും സാറേ. അയ്യോ മക്കളില്ലേ, ഡിഗ്രി എന്നുള്ള ബോധം വേണം. ഡിഗ്രിയല്ലേ പഠിക്കണത്, 1 2 നിങ്ങളെ കാട്ടി എത്രയോ ഭേദമാണ് 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലെ പിള്ളേര്. തനിക്കല്ലേ തലവേദന, ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവൊക്കെ ഉണ്ടോ? ആ സാറേ, കുറവുണ്ട് സാറേ. എന്നാ ഞാൻ ക്ലാസ്സിൽ പോട്ടെ. എന്നാ ശരി. ക്ലാസ്സിക്ക് തന്നെ 2 പേരും പോണം. ഞാൻ ഈ പീരീഡ് ഇപ്പൊ വരും. കണ്ടിട്ടില്ലെങ്കിൽ സ്വഭാവം അറിയാലോ. ആ സാറേ, ക്ലാസ്സിക്ക് തന്നെയാണ് പോണത്. എടി നീ ചിരിക്ക്. നിന്റെ കണ്ണ് എവിടേക്കാന്ന് എനിക്ക് നന്നായിട്ടറിയാം. ശിവൻ സാറിന്റെ അടുത്തല്ലേ. ഒരിക്കലും നിങ്ങൾ 2 ആൾക്കാര് സെറ്റാവാനേ സമ്മതിക്കൂല. നിങ്ങളെ 2 ആൾക്കാരും വേർപിരിത്താൻ എനിക്ക് നന്നായിട്ടറിയാം. അതിനുള്ള പണി ഞാനില്ലേ കൂട്ടി വെച്ചും ചെയ്തിക്കണ്. നിനക്കുള്ള പണി ഞാൻ വൈകി തന്നു കേട്ടോ. ഇപ്പൊ നീ ചിരിക്കുന്നതൊക്കെ നീ കരിയും. നോക്കിക്കോ, സാറിനെ കൊണ്ട് തന്നെ ഞാൻ നിന്നില്ലേ നിന്നെ വെറുക്കുന്ന ഞാൻ പറയും. അല്ലെങ്കിൽ ഈ ആരുമല്ല. അതിനായിട്ടാണ് ഞാൻ ഈ കോളേജിൽ വന്നത്.
പ്രതീക്ഷ വയ്ക്കണ്ട. ജീവൻ സാർ ഇന്റതാണ്. താൻ വെറുതെ ജീവൻ സാറിന്റെ പുറകെ നടന്നിട്ട് സമയം വേസ്റ്റ് ആക്കാൻ നിൽക്കണ്ട കേട്ടോ. അതൊക്കെ പറയാൻ താനാരാ? ജീവൻ സാറിന്റെ പുറകെ നടക്കണോ വേണ്ടതെന്നൊക്കെ എന്റെ ലൈഫാണ്, ഞാൻ തീരുമാനിക്കും. അതിന് നീ ആ വലിയ ആളാവാൻ നോക്കണ്ട. നീ 2 വീക്ക് ആയിട്ടുള്ള കോളേജിൽ വന്നിട്ട്. പിന്നെ ഞാനൊരാളെ സ്നേഹിക്കണോ വേണ്ടെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. താൻ പറയുമ്പോൾ ഒഴിവാക്കാനും എടുക്കാനും എന്താ പറയാ, അത് വേസ്റ്റ് ഒന്നല്ലല്ലോ. എടുത്ത് കളയാനും എന്താണ് ആവശ്യം വരുമ്പോൾ എടുക്കാനും. താനേ പോയി പണി നോക്കാൻ നോക്കട്ടോ. താൻ എന്റെ ലൈഫില് വരാതിരിക്കണം. ഞാൻ തന്നോട് മാന്യമായിട്ടാണ് പറയണത്. താനായിട്ട് ഒഴിഞ്ഞു, അല്ലെങ്കിൽ വെറുതെ എന്റെ കൈക്കൊന്ന് പണി വാങ്ങാൻ നിൽക്കണ്ട. ഓക്കെ, നല്ലപോലെ പറഞ്ഞതാണ്. ഈ ആയുക്ക് തരാനും അറിയാത്തോണ്ടല്ല. ഓക്കെ, വെറുതെ നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. നീ ഇല്ലേ സാറിനെ വിട്ട് പോയിക്കോ. സാറ് എന്റേതാണ്. ഞാൻ സാറിന്റെ പുറത്ത് നടക്കുകയും ചെയ്യും. ഓക്കെ, പണി വാങ്ങാൻ നിൽക്കാനില്ലേ? താൻ എന്താ എല്ലാവർക്കും ജോലി കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. താൻ പോടി. താനെ നീ ആരാണ് ഭീഷണിപ്പെടുത്തണേ? എന്നെയോ? നീയില്ലേ കൊച്ചെ, നീ തന്റെ കോൾ പോസ്റ്റേല് കോൾ അടിക്കാൻ നോക്ക്. ആരാന്റെ അടുത്തേക്ക് വന്ന് കളിക്കാൻ നിൽക്കല്ലേ കേട്ടോ. താൻ തന്റെ പാട് നോക്കി ജീവിച്ചോ. നീ എന്ത് ഭീഷണി പെടുത്തിയാലും ഇല്ലെങ്കിലും ശരി, ജീവൻ സാറിന് എനിക്കിഷ്ടമാണ്. അത്രേ പറയാനുള്ളൂ. അത് താനല്ല തന്റെ വീട്ടുകാരാണോ ആര് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. സ്നേഹം എന്താണ് കളയാനുള്ളതല്ല. അത് താങ്കൾ ഫസ്റ്റ് മനസ്സിലാക്കണം. ശരി, നിന്നെ ഞാൻ ഉണ്ടല്ലോ. എന്താണ് ആയു? എന്താണ് സംഭവം? എന്താണ്? സാറ് എനിക്ക് ഡൗട്ട് പറഞ്ഞു തരുന്നില്ലേ? അപ്പൊ അവള് വിചാരം ഞാനും സാറും തമ്മിൽ ഇഷ്ടത്തിലാണ്. അപ്പൊ അവള് എന്നോട് പറഞ്ഞു സാറിന്റെ പുറകെ നടക്കണ്ട, സാറിന്റെ പുറകെ നടന്നാലേ നിന്നെ ഞാൻ കൊല്ലും എന്നിട്ട് ഞാൻ പറഞ്ഞു സാറും ഞാനും തമ്മിലൊരു ബന്ധമില്ല, സാറിന്റെ സാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെന്നെ പറഞ്ഞിട്ടു അവളിനോട് പറയും കോളേജ് വിട്ട് പോവാൻ. അങ്ങനൊന്നുമില്ല സാറേ. സാറെന്ന് ഞാൻ പറഞ്ഞു വിശ്വസിക്കാത്തത്. ഇവിടെ ക്യാമറ ഉണ്ട് സാറേ. സാറ് ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്ക്. ഞാനായിട്ട് അവളുടെ അടുത്ത് ഒന്നിനും ഞാൻ പോയിട്ടില്ല. താനൊന്നും പറയാൻ നിൽക്കണ്ട ഈസ. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല താൻ അങ്ങനെയാണെന്ന്. പക്ഷെ ഞാൻ ഇന്ന് കണ്ടു അവളെ വീക്കണത്. അല്ലാതെ നീ തല്ലാതെ വീക്കൂലല്ലോ. ഞാനില്ലേ ഒരു പെണ്ണിനോട് സംസാരിച്ചതിനു തനിക്കെന്താണ്? ഞാൻ ആരെ വേണമെങ്കിലും കിട്ടും, ആരെ വേണമെങ്കിലും സ്നേഹിക്കും. അത് നോക്കാൻ നീ ആരാണ്? എന്റെ ആരുമില്ലല്ലോ. തന്നോട് ഞാൻ അന്ന് നീ പ്രപ്പോസ് ചെയ്ത ആ ടൈം പറയണേ നീ എൻ്റെ ഒരു സ്റ്റുഡന്റ് മാത്രമാണ്, വേറെ ഒന്നുമില്ലാന്ന്. പിന്നെ തന്നോട് ഞാൻ 100 1000 തവണ ഞാൻ പറയണേ എനിക്ക് തന്നെ ഇഷ്ടമല്ല എന്ന്. താനെന്താ കൊച്ചുകുട്ടിയൊന്നല്ലല്ലോ, ബുദ്ധിയില്ലാത്ത കൊച്ചൊന്നല്ലല്ലോ. എനിക്ക് തന്നെ കാണുന്നതേ വെറുപ്പാണ്. താൻ ഒരിക്കലും ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. നിന്നെ പോലുള്ള സ്റ്റുഡന്റിനെ ഞാൻ പഠിപ്പിച്ചെന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അറപ്പാണ്. തന്നെ അത്രക്കും ഞാൻ ഈ ലോകത്ത് ഞാൻ വെറുക്കുന്നുണ്ട്. താൻ എന്റെ മുന്നിൽ കണ്ടുപോകരുത്. സാറ് ഫസ്റ്റ് ആ ക്യാമറ ചെക്ക് ചെയ്ത് നോക്ക്. ആരാണ് തല്ലിക്കണത്? അവളെ എന്നെയാണ് തല്ലിക്കണത്. സാറിന് വിശ്വാസമില്ലെങ്കിൽ വേണ്ട. അത്രയും എനിക്ക് ഈ സാറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പ്രതീക്ഷയായിരുന്നു സാറ് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഇത് സ്നേഹം മനസ്സിലാക്കുന്നു. പക്ഷെ ഒക്കെ കണക്കൂട്ടൽ തെറ്റി. ഞാനായിട്ട് സാറിന് മുന്നിൽ വരൂല. എന്താണ് ഈസ? എന്താണ്? എന്തിനാ താൻ കരയണത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്തിനാണ് കരയണത്? എടാ ഈസ, സാർ അങ്ങനെയൊക്കെ പറഞ്ഞോ? എടാ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ആയോ അങ്ങനെയാണെന്ന്. എടാ കരയല്ലേ. സാറിന് മനസ്സിലാവും നിന്റെ ഭാഗത്ത് തെറ്റില്ലാന്ന്. അപ്പൊ സാറ് നിന്റെ അടുത്തേക്ക് വന്നോളും.
എടാ നീ വെറുതെ കരയില്ലടാ. ഇപ്പത്തെ തെറ്റിദ്ധാരണ കൊണ്ട് സാർ അങ്ങനെയൊക്കെ പറഞ്ഞതോ. നീ ഒന്ന് മനസ്സിൽ കൊണ്ട് നടക്കല്ലടാ. കരയല്ലേ നീ, എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? എടാ ഒരിക്കലും മനസ്സിലാവില്ല. സാറിന്റെ മുഖത്ത് നോക്കിട്ടാ പറഞ്ഞത്. ഈ ലോകത്ത് ഞാൻ നിന്നെ ഏറ്റവും കൂടുതൽ വെറുക്കണുണ്ട്. എന്റെ മുന്നിൽ കണ്ണു പോഴുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇനി മുതൽ സാറിന് ഒരിക്കലും ഇഷ്ടമല്ല. സഹിക്കാൻ പറ്റൂല. കുറച്ച് ടൈം വേണം മറക്കാന്. സ്നേഹിച്ച് പോയില്ലേ. ഇനി ഞാൻ സാറിന്റെ പുറത്ത് നടക്കൂല. സാറിന്റെ ശല്യായിട്ട് ഞാൻ ഹീസ് ഉണ്ടാവൂല. കരയില്ലടാ, വേണ്ട. സാറിന് പുറത്ത് നീ നടക്കണ്ട. ഓക്കെ, നീ കരയല്ലടാ. ഒക്കെ ശരിയാവും. കരയല്ലേ, നീ കരയുമ്പോ ഞാൻ എന്തെങ്കിലും പോലടാ. കരയില്ലേ മുത്തേ, പ്ലീസ്. എടാ കരയൂല. കുറച്ച് ടൈം വേണം മറക്കാൻ. സ്നേഹിച്ചു പോയില്ലേ. പിന്നെ ഇത് ചിമ്മി അറിയണ്ട കേട്ടോ. അവനക്ക് സഹിക്കൂല. പറയാൻ നിൽക്കണ്ട. എന്നാ ശരി, ഞാൻ വീട്ടിൽ പോകണം. ഹലോ മമ്മ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒക്കെ നടന്ന്. ഞാൻ പറഞ്ഞില്ലേ ഇസനും ജിയോൺ സാറിന് ഞാൻ തെറ്റിപ്പിക്കുന്നത്. ജിയോൺ സാർ ഇന്നതാണ്. അവളെ ഞാൻ ഇന്ന് മോന്ത കടിച്ചു. അപ്പോഴാണ് ജിയോൺ സാർ വന്നത്. ഞാൻ ഐസിന് അവളെ പേരിക്കിട്ട് ജിയോൺ സാർ അവളെ നല്ല പറഞ്ഞു. പാവത്തിന് ഭയങ്കര പൊള്ളിക്കണേ. പൊള്ളട്ടെ, എന്നോട് കളിച്ചാൽ അങ്ങനെ ഇരിക്കും. ഞാൻ അവളോട് പറഞ്ഞതാണ്, നീ പോയിക്കോ, സാറിനെ വിട്ടു പോയിക്കോ. ഞാൻ പണി തന്നാ നിനക്ക് സഹിക്കാൻ പറ്റൂലെന്ന്. പാവം കൊച്ചു കരിയേ. ശരി കേട്ടോ അമ്മ, ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. ശരി. എടി, നിന്നെ കാരണമാണ് എന്റെ ഇത്രയും കരഞ്ഞത്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നീ അത്തരക്കാരിയാണെന്ന്. നീ എന്റെ ഫ്രണ്ടിന്റെ സിസ്റ്റർ ആയതുകൊണ്ട് മാത്രം നിനക്ക് ഞാൻ അത്രയ്ക്കും പരിഗണന തന്നത്. നീ എന്റെ ഈസനെ നീ തല്ലിയോ? തനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈസനെ ഞാൻ അത്രത്തോളം ഞാൻ പറഞ്ഞു. അവളെ എത്രത്തോളം വേദനിച്ച് നിനക്കറിയോ? നീ പെണ്ണായോടാണ് നിനക്ക് ഞാൻ ഈ പൊന്ന് തന്നത്. എന്റെ ഈസനെ നീ തൊട്ടെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട്. നീയില്ലേ അവളെ മീത്ത് നീ തൊട്ടാലുണ്ടല്ലോ ഞാൻ നിന്നെ വെട്ടിക്കളയും. നീ എന്റെ ഫ്രണ്ടിന്റെ സിസ്റ്റർ ആയതുകൊണ്ട് മാത്രം ഞാൻ നിനക്ക് ആ പരിഗണന തന്നത്. നീയായിട്ട് ആ കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. നീ ഇവിടെ ഉണ്ടെങ്കിലുണ്ടല്ലോ നിനക്കുള്ള പണി ഞാൻ തരും. നീയും കണക്കാണ്, നിന്റെ അമ്മയും കണക്കാണ്. എന്റെ ഫ്രണ്ടിന്റെ സിസ്റ്റർ ആയതുകൊണ്ട് മാത്രം അവൻ ഈ ലോകത്ത് ജീവനോടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഞാൻ ഈ പരിഗണന നിനക്കാൻ തന്നത്. പക്ഷെ ഇനി മുതൽ ആ പരിഗണന ഇല്ല. നീയില്ലേ കോളേജിൽ നിന്ന് വേഗം വിട്ടുപോയിക്കോ, അല്ലെങ്കിൽ നിനക്കുള്ള പാട് ഞാൻ തരും. ഇനി മേലാല് നിന്റെ നീയല് ഇസന്റെ അടുത്ത് എത്തിയെന്ന് ഞാൻ അറിഞ്ഞാല് മോളെ നിന്നെ ഞാൻ വെച്ചിരിക്കില്ല, ഒന്ന് ഞാൻ ഒഴിച്ചു മോളും. അയ്യോ എന്റെ ഈശോയെ, അവളെന്താണ് കോള് ചെയ്തിട്ട് എടുക്കാത്തത്? ഞാൻ അത്രത്തോളം ഞാൻ എന്റെ കൊച്ചിനെ വേദനിപ്പിച്ചല്ലോ. അയ്യോ ഈശോയെ ക്ഷമിക്കണേ. കാര്യം അറിയാത്ത ഞാൻ എന്തൊക്കെയാണ് ഞാൻ എന്റെ കൊച്ചിനോട് ഞാൻ പറഞ്ഞത്. നാളെ എന്തായാലും കോളേജിൽ വരുമല്ലോ. അപ്പൊ എന്തായാലും സോറി പറയുകയും ചെയ്യണം. എനിക്കുള്ള ഇഷ്ടം ഞങ്ങളോട് തുറന്ന് പറയുകയും ചെയ്യണം. ഇസ, പപ്പന്റെ മോൾക്ക് എന്താ പറ്റി? എന്റെ കോളേജ് വിട്ടപ്പോ മുതലാണ് തുടങ്ങിയതാണല്ലോ മുഖത്തിനൊരു വാട്ടം. എന്തേലും സീൻ എന്തെങ്കിലും ഉണ്ടോ? എന്തേ വെയ്യ മോൾക്ക്? എന്ത് സീന് പപ്പ? കോളേജ് വിട്ടപ്പോ തലവേദന,
വേറൊന്നുമില്ല, ഒന്ന് റെസ്റ്റ് എടുത്താൽ മാറിക്കോളും. നമ്മള് തലവേദനയല്ലേ, ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങിക്കോ, പപ്പ വാരിത്തരാം. ഫുഡ് വേണ്ട പപ്പ, ഫുഡ് കഴിക്കണ്ട. ഞാൻ കോളേജിൽ നിന്ന് ക്യാൻറ്റീനിൽ നിന്നാണ് നല്ല ബിരിയാണി കഴിച്ചിട്ട് വരുന്നത്. എനിക്ക് വിശപ്പില്ല പപ്പ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഫുഡ് കഴിച്ച് നീ കിടന്നാ മതി. ഓക്കെ, അല്ലാതെ തലവേദന മാറൂല. നീ കഴിക്കാത്തോണ്ടാണ് നിനക്ക് തലവേദന. വിശപ്പില്ല, ഞാൻ പിന്നെ കഴിച്ചോണ്ട്. ഞാനൊന്ന് കിടക്കട്ടെ. ഓക്കെ, എന്നാ പിന്നെ കഴിക്ക്. മോളെ റെസ്റ്റ് എടുത്തോട്ടാ. ഇസ, എന്താ ഇസ ഇന്നെന്താ കോളേജിലൊന്നും ഇല്ലേ? താഴോട്ട് കണ്ടിട്ടില്ലല്ലോ. എല്ലാടാ, നീ എന്തിനാ കരയുന്നെന്തിനാ? ജിമ്മി, കരയൊന്നല്ല, കണ്ണില് പൊടി പോയതാണ്. നീ ആരോടാണ് കളവ് പറയണത്? നിന്റെ മുഖത്തൊരു വാട്ടുണ്ടായാല്, നീ ഒന്ന് കരഞ്ഞാല്, നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ആയാല് എനിക്കറിയാൻ പറ്റും. ഞാൻ നിന്റെ ഇച്ചാരെന്നുള്ള ഓർമ്മ വേണം. 20 വർഷമായി ഞാൻ തന്നെ കാണാൻ തുടങ്ങിയിട്ട്. അത് നീ ഫസ്റ്റ് മനസ്സിലാക്കുക. എന്താ കാര്യം പറ. അതിനാണോ എന്റെ ഇസ കരയണത്? ഇസ, ഒരാളെ കൊണ്ട് നമുക്ക് ഫോഴ്സ് ചെയ്തിട്ട് സ്നേഹിപ്പിക്കാൻ പറ്റില്ലല്ലോ. സ്നേഹം അങ്ങനെ പിടിച്ചു വാങ്ങാനോ പൈസ കൊടുത്ത് വാങ്ങാനോ കഴിയില്ലല്ലോ. അതിന് നീ കരയല്ലേ? എൻ്റെ ഇസക്ക് അവനേക്കാൾ നല്ലൊരാളെ കിട്ടും. അതിനെൻ്റെ പൊന്ന് കരയല്ലേ? നീ കരഞ്ഞാൽ ഇച്ചായിരിക്കും കരച്ചിൽ വരും. കൂളായിരിക്കണം, കൂളാവുന്നത്. ജിമ്മി, എന്തായാലും ഞാൻ ഇന്ന് കോളേജിലില്ല. കുറച്ച് ടൈം എടുക്കും മറക്കാനും. ഞാനൊന്ന് ഓക്കെ ആയിട്ട് നെക്സ്റ്റ് വീക്ക് മുതലേ വരാം. ഒന്നും പറയരുത്, എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുന്നേ. ഓക്കെ, ഇച്ചായന് ലീവ് എടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും കോളേജിൽ പോകണം, ഒരു മീറ്റിംഗ് വെച്ചിരിക്കണം. അപ്പം നമുക്ക് ഈവനിങ് വന്ന് നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. നീ ടെൻഷൻ ആവാതിരിക്കുക. നിന്റെ മുഖം വാടിയാൽ മതി. പപ്പനറിയാലോ, പപ്പന് വെറുതെ നിന്നെ ടെൻഷൻ ആക്കേണ്ട ആവശ്യം എന്താ? മുത്ത് കൂളാവിട്ടാ. ഇച്ചാൻ പോയിട്ട് വേഗം വരാം. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻറ്. അല്ല ലിസ, ഇന്നെന്താ ലിസ വന്നില്ലേ? ഇല്ല സാർ, അവൾക്ക് എന്തോ സുഖമില്ല. അപ്പോ അവളിന്ന് ലീവാന്ന് പറഞ്ഞു. ഇസ, വേഗം നീക്ക്, റെഡിയാവും. ഇവിടെ സാഡായിട്ടൊന്നും കിടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഒന്നും നീ ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട, വേഗം റെഡിയാവും. നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പോകണം. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈവനിങ് റെഡിയായി നിൽക്കാൻ. ഇപ്പോഴും നീ നീസില്ല. ഇസ, ഈ പപ്പക്കൊരു ആഗ്രഹമുണ്ട്. എന്താണ്? മോൾക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ നമുക്ക് നടത്തിയാൽ മതി. എന്താ ആഗ്രഹം എന്ന് പറ പപ്പ. ഇത്രയും കാലം ഞാൻ പപ്പ പറഞ്ഞതല്ലേ, പപ്പന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ എന്റെ ആഗ്രഹം കൂടിയല്ലേ.
എന്താന്ന് വെച്ചാല് ഇസക്കറിയാം നമ്മളെ ജോസഫിനും മറിയനൊക്കെ പറയേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങൾ ചെറുപ്പം മുതൽ നല്ല ബെസ്റ്റ് ഫ്രണ്ടുമാണ്, ബിസിനസ് പാർട്ട്ണറുമാണ്, നമ്മളൊരു കുടുംബം പോലെയല്ലേ. അപ്പോൾ ഇന്നായാലും നമ്മളെ ജിമ്മിൻ്റെതും എലിയൻ്റെതും മാരേജ് ഉറപ്പിച്ചിട്ടിരിക്കണം. അതേപോലെ അവർക്കൊരു മോനുണ്ട്. അപ്പോൾ നമുക്ക് അറിയുന്ന ഫാമിലി ആയതുകൊണ്ട് തന്നെ എനിക്കൊന്നും ടെൻഷനോ ഒന്നുമില്ല. എന്നോട് പറഞ്ഞതാണ്, നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ജസ്റ്റ് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നലെ കമ്പനി വന്നപ്പോൾ ജസ്റ്റ് ഞങ്ങൾ സംസാരിക്കുന്ന ഇടയിൽ മോളെ കാര്യം, ജോസഫിന്റെ മോന്റെ കാര്യം എടുത്തിട്ട്, അപ്പൊ അങ്ങനെ കല്യാണം കഴിച്ചാലോ, മോളെ സ്വന്തം മരിയോളായിട്ടല്ല മോളായിട്ട് നോക്കാം. അതെനിക്കറിയാം. എന്തായാലും മറിയായാലും ജോസഫ് ആയാലും മോളെ സ്വന്തം മോള് പോലെ തന്നെയാണ് കാണുന്നറിയാം. അപ്പോ ആദ്യമായിട്ട് ഒരു ആഗ്രഹം പറയുമ്പോ എനിക്ക് എത്തിച്ചു കൊടുക്ക, എനിക്കും കുഴപ്പമില്ല. പിന്നെ മോൾക്ക് സമ്മതമില്ലെങ്കിലും ഓക്കെ, നമുക്ക് വേണ്ടെന്ന് വെക്കാം. എന്താ മോളെ തീരുമാനം? എന്താ പപ്പ? എനിക്ക് അതിനോട് സമ്മതമുള്ളൂ. പപ്പന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. ഇത്രയും കാലം പപ്പ ഞങ്ങളെ നോക്കി വളർത്തിയിട്ട് പപ്പന്റെ ആഗ്രഹം എന്താണോ, പപ്പന്റെ സന്തോഷം എന്താണോ, അത് തന്നെയാണ് ഞങ്ങളെ ആഗ്രഹം. പപ്പന് ഇഷ്ടം പോലെ നടത്തിക്കോളൂ. എന്താന്ന് വെച്ചാല് അവരെന്താ പറഞ്ഞെന്ന് വെച്ചാല് ഒരാഴ്ചനുള്ളിൽ മാരേജ് നടത്തണം എന്നാ. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെയാണെങ്കിൽ അവര് പറഞ്ഞു മോൾക്ക് കാണണമെങ്കിൽ കാണാം, ജസ്റ്റ് ഒരു പെണ്ണാണല്ലോ പോലെ സെറ്റാക്കാന്ന്. അപ്പോ മോൾക്ക് എന്താണോ ഒഴിവ് അന്ന് നമുക്ക് കാണാം. ഒരാഴ്ചനുള്ളിൽ എന്തായാലും മാരേജ് നടത്തണം എന്നാ പറഞ്ഞത്. എങ്ങനെ മോൾക്ക് എന്തേ പറ്റൂലേ? എനിക്ക് പപ്പ ചെക്കനെ കാണുന്നു വേണ്ട. പപ്പന്റെ സെലക്ഷൻ അല്ലേ, അതെനിക്കറിയാം. എന്തായാലും പപ്പന്റെ നല്ലതിനാണ് നോക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ എനിക്ക് കാണുന്നു വേണ്ട. എനിക്ക് അന്ന് കെട്ടണ അന്ന് ചെക്കനെ കണ്ടാ മതി. എനിക്ക് ഫോട്ടോ കാര്യങ്ങളോ ഒന്നും കാണണ്ട. കെട്ടണ അന്ന് എനിക്ക് കണ്ടാ മതി. പിന്നെയാണെങ്കിൽ മറിയം ആയാലും ജോസഫ് അങ്കിളായാലും ശരിക്കും ഞാന് പപ്പനെ പോലെ തന്നെയാണ് കാണുന്നത്. എനിക്കൊരു മമ്മന്റെ പോലെയാണ്. പിന്നെയാണെങ്കിൽ ലിയാന്ന് വെച്ചാൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ്. അവളെ ഇച്ചായനല്ലേ. അതുകൊണ്ട് എനിക്കറിയാം നല്ല തന്നെ ആവും. എനിക്ക് ചെറുക്കനെ കാണൊന്നും വേണ്ട. പപ്പന് ഇഷ്ടം പോലെ വെഡിങ് ഒക്കെ നടത്തിക്കോളും. മോൾക്ക് പറ്റൂലെങ്കിൽ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. പിന്നെ പപ്പക്ക് വേണ്ടി അങ്ങനെ റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഞാനൊന്നും എന്റെ ആഗ്രഹം പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ ജീവിതം കാലം ഫുള്ളും നിങ്ങളാണ് ജീവിക്കേണ്ടത്. അപ്പോ പപ്പന്റെ ഇഷ്ടം മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. മോൾക്ക് പറ്റൂലെങ്കിൽ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, കുഴപ്പമില്ല. എനിക്കെന്റെ മോളെ സന്തോഷമാണ് എന്റെ സന്തോഷം. എനിക്കറിയാം പപ്പ ജീവിതകാലം ഫുള്ളും ഞങ്ങളാ ജീവിക്കണെന്ന്. പക്ഷെ എനിക്ക് സമ്മതാണ്, പപ്പന്റെ സമ്മതാണ് എന്റെ സമ്മതം. എന്തായാലും പപ്പ എന്റെ നല്ലതിനാണെന്ന് പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് കാണൊന്നും വേണ്ട, പപ്പന്റെ ഇഷ്ടം പോലെ ഒക്കെ നടത്തിക്കോളൂ. ഹലോ ഇസ, നീ ഓക്കെ അല്ലേ? പപ്പ പറഞ്ഞു മാരേജിന് സമ്മതിച്ചിരുന്നെന്ന്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ ഞങ്ങളെ ഫാമിലിക്ക് വരാന്? എടാ ഞാൻ ഓക്കെയാണ്. പക്ഷെ ജീവൻ സാറിന് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഞങ്ങൾ എത്ര പോയിട്ടും കാര്യമില്ല. ജിമ്മി പറഞ്ഞ പോലെ തന്നെ നമുക്കൊരാളെ സ്നേഹം പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ സാറിനാണെങ്കിൽ എന്നോടൊരു സ്നേഹം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാനാ? സങ്കടമുണ്ട്, കുറച്ച് ടൈം പിടിക്കും. പിന്നെ പപ്പന്റെ ഇഷ്ടം എന്താണോ, ഇത്രയും കാലം പപ്പ മമ്മ ഇല്ലാതുകൊണ്ടും ഞങ്ങളെ പൊന്നുപോലെ ഒരു കുറവില്ലാതെയാണ് എന്നെ നോക്കിയത്. അപ്പൊ എന്തായാലും പപ്പ പറഞ്ഞ് കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ പപ്പന്റെ മോളാന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. പപ്പന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം, അത്രേ ഉള്ളൂ. ആടാ ടൈം പിടിക്കും. പിന്നെയാണെങ്കിൽ എന്റെ ഇച്ചായന്റെ ഫോട്ടോ ഞാൻ നിനക്ക് വിട്ടുതരാം, നീ കണ്ടുനോക്ക്. ആള് പാവാണ്. ആള് ഇവിടെ അല്ല,
പഠിച്ചതൊക്കെ കാനഡയിലാണ്. പിന്നെ ഇപ്പോ ഇവിടെ ഒരു വർക്ക്, ഇവിടെ നാട്ടിൽ വന്ന് സെറ്റായി. വർക്കൊക്കെ ഉണ്ട്. ഞാൻ ഫോട്ടോ വിട്ടരാം, നീ ഒന്ന് നോക്ക്. എടാ എനിക്കില്ലേ ഫോട്ടോ ഒന്നും കാണണ്ട, എനിക്ക് കല്യാണത്തിന് അന്ന് കണ്ടാ മതി. ആരല്ലേ ഈ സംസാരിക്കണത്? ഇസമോളാണോ? ഒന്ന് കാട്ടിക്ക്, ഞാൻ നിന്റെ കൊച്ചിനോട് സംസാരിക്കട്ടെ. ഇസമോളെ, മോൾക്ക് സമ്മതല്ലേ ഈ മാരേജിന്? കൊഴപ്പൊന്നുമില്ലല്ലോ? ഇല്ല അമ്മ, കൊഴപ്പൊന്നുമില്ല. അപ്പോ എന്താണ് നീ പപ്പനോട് പറഞ്ഞെന്ന് ചെറുക്കനെ കാണണ്ടെന്നൊക്കെ? അതില്ലേ മമ്മ, പപ്പന്റെ സെലക്ഷൻ എനിക്കറിയാം. ഒരിക്കലും ബോറാവൂല, നല്ലതാണ് പപ്പ എനിക്ക് ചെയ്യുള്ളൂന്ന്. അതാ പിന്നെ ഞാൻ കല്യാണത്തിന് എന്ന് കാണാന്ന് വിചാരിച്ചു. മോളെ, അതൊക്കെ മോളെ ഇഷ്ടം പോലെ മോള് ചെയ്യട്ടാ. ഗുഡ് മോർണിംഗ് സ്റ്റുഡന്റ്. അപ്പോ നമ്മള് നാളെ നമുക്ക് പ്രൊജക്റ്റ് ആണ്. അപ്പൊ 5 ആൾക്കാർ ഇന്ന് ഗ്രൂപ്പ് ആക്കുക. അപ്പോ പ്രസന്റേഷൻ എന്തായാലും എല്ലാവരും ചെയ്യണം. ഒരു ഗ്രൂപ്പിൽ 5 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 5 ആൾക്കാരും പ്രസന്റേഷൻ ചെയ്യണം. അല്ലാതെ 3 ആൾക്കാർ ചെയ്ത് 2 ആൾക്കാർ ബോർഡുമേ എഴുതിയിട്ടൊന്നും കാര്യമില്ല. എല്ലാ ആൾക്കാരും എക്സ്പ്ലെയിൻ ചെയ്ത് വരക്കുള്ള കാര്യങ്ങൾ വരക്കണം. ഓരോ ആൾക്കാർക്കും ഓരോ ടോപ്പിക് വേണം. അപ്പോ എല്ലാരും ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. ഓക്കെ? ഇത് ഈസ അല്ലേ? ഈസ വന്നോ? ഈസ എന്താ എന്നെ നോക്കാത്ത? ഈസ ഇവിടെ നിക്ക്. എടാ സോറി, ഞാനന്ന് അപ്പത്തെ പ്രഷറിൽ എന്തൊക്കെയൊക്കെ പറഞ്ഞു പോയി. സോറി, എന്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കാണ്, ക്ഷമിക്കണം. എനിക്കറിയാം താനെ ഞാൻ കാരണം ഒരുപാട് വേദനിച്ചിക്കണെന്ന് പറയാൻ പറ്റാത്ത പലതും ഞാൻ പറഞ്ഞിരിക്കണം. എടാ സോറി 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 സോറി. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. സാറേ സോറി, എന്റെ ഭാഗത്തും കുറെ മിസ്റ്റേക്ക് ഉണ്ട്. സാറിന്റെ പ്രൊഫസറാണ്. ഞാൻ അറിയാതെ പല ചിന്തകളും വിചാരിച്ച് ഞാൻ കുറെ സാറിനെ ബുദ്ധിമുട്ടിച്ച്. സോറി സാറേ, ഞാൻ ഒരിക്കലും സാറിന്റെ പുറകെ നടക്കൂല. സാറിനോട് എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷെ ഇനി ആ ഇഷ്ടം പറഞ്ഞിട്ട് കാര്യമില്ല. സാറ് അത്രത്തോളം എന്നെ വരക്കണുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ സാറ് തെറ്റിദ്ധാരണത്തിലാണ് ഇപ്പൊ എന്നോട് സോറി പറഞ്ഞതെന്ന് എനിക്കറിയാം. സാറ് എന്റെ സ്റ്റുഡന്റ് ആയിട്ടാണ് കാണണമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എനിക്ക് സാറിന് ഇഷ്ടമുണ്ടായിരുന്നു, സാറിനെ വിശ്വാസമില്ല. പിന്നെയാണെങ്കിൽ സാറിന് എന്നോട് ഒരു ഫീലിങ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്നേഹിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ല, സാറിനും തോന്നണ്ടേ. സാറിന് ഇനി തോന്നാനും പോണില്ല. പിന്നെ സാറേ, ഞാൻ സാറിനോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നെക്സ്റ്റ് മൺഡേ എന്റെ മാരേജ് ആണ്. സാർ എന്തായാലും വരണം. പിന്നെ പപ്പ തീരുമാനിച്ചതാണ്. ഇത്രയും കാലം പപ്പല്ലേ എന്നെ നോക്കിയത്. അപ്പോ സാറിനോട് ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ സാറിന് പിന്നെ ഇനി ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പപ്പന്റെ ആഗ്രഹം എന്താണോ അതാണ് നടക്കണത്. പിന്നെ കുറച്ച് ടൈം പിടിക്കും എനിക്ക് സാറിനെ മറക്കാന്. അപ്പോ സാറ് സോറി. സാറ് എന്റെ ഭാഗത്ത് നിന്ന് ഒരു ഉപദ്രവം ഒന്നും ഉണ്ടാവില്ല. ഞാനായിട്ട് ഇനി സാറിനെ ശല്യപ്പെടുത്താൻ വരൂല. സാറ് ഹാപ്പി ജീവിക്കും. മഴയോ നീ എന്നെ അറിയാത്ത പുഴയോ
മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് ജോണിന്റെ മകളെ ഇസയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ് അച്ചോ. പുതിയ പൊരുളാം തേടത്താൻ നെഞ്ചിനിലെ ഊഞ്ചലേ ആനന്ദം എൻ കണ്ണിന് സിവന്തത്തിൽ എൻ മഞ്ചലേ കല്യാണ കനവ് എന്നുള്ളേ നെഞ്ചിനിലെ ഊഞ്ചലേ ആനന്ദം എൻ കണ്ണിന് നെഞ്ചിനിലെ. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് ജോസഫിന്റെ മകനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? ആ ജോസ് സമ്മതമാണ്. മതി പപ്പയും മകനും പാടെ കഥ പറഞ്ഞു. നമുക്ക് വാ പറഞ്ഞട്ടാ. എന്താണ് ആലോചിച്ചിരിക്കണേ മൈ ഡിയർ വൈഫി? എന്താണ് ഇപ്പൊ ഹാപ്പി ആയില്ലേ? നീ ഇല്ലാതെ ഞാനിങ്ങനെ ഹാപ്പി ആയി ജീവിക്ക? എങ്ങനെ ഇച്ചായോ നമ്മളെ കല്യാണം നടന്നത്? അപ്പോ ലിയ ഇച്ചായന്റെ പെങ്ങളാണെങ്കിൽ ലിയ എന്തേ പിന്നെ എന്നോട് ആ കാര്യം പറയുന്നേ? ഒക്കെ സംശയം ഞാൻ തീർത്തരാം. ഏതാന്ന് വെച്ചാല് നമ്മൾ ബാംഗ്ലൂരിലായിരുന്നു പഠിച്ചതൊക്കെ. കുട്ടിക്കാലത്ത് നിനക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ നമ്മളെല്ലാവരും ഒരു വീട്ടിൽ തന്നെ ഇങ്ങനെ സ്റ്റേ ചെയ്യില്ല. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. നീ 1ലും ഞാൻ 6ലായിരുന്നു. അപ്പം അന്ന് ഫുൾ ടൈം നീ എൻ്റെ പറക്കത്തില്ല ഇച്ചായ എന്ന് പറഞ്ഞിട്ട് മുടി കെട്ടാൻ, ഫുഡ് വാരിത്തരാൻ, സ്കൂളിലേക്ക് ആക്കി തരാൻ ഒക്കെ ഞാൻ നിൻ്റെ കൂടെ വന്നിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ്, നീ 2ാം ക്ലാസ് പഠിക്കുന്ന ടൈമിലാണ് ജോണിച്ചായി പാപ്പ കേരളത്തിലേക്ക് വീടെടുത്ത് മാറിയത്. അപ്പോൾ നീ ഒരുപാട് കരിഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിലല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. അപ്പം അങ്ങനെ നീ വലുതായി. പക്ഷെ നിനക്കിനി എന്നെ ഓർമ്മയില്ല, നീ മറന്നുപോയി. പക്ഷെ ഞാനും മറന്നില്ല. അന്ന് എനിക്ക് നിന്നോട് സ്നേഹം തോന്നില്ല. പിന്നെ ഞാൻ കാനഡ പോയി പഠിച്ചു. അത് പിന്നെ നീ അറിയാതെ തന്നെ ഞാൻ നിന്നെ ഫോളോ ചെയ്ത്, പിന്നെ ജിമ്മിനോടായാലും ലിയനോടായാലും ഒക്കെ ഞാൻ നിന്റെ വിശേഷങ്ങൾ തിരക്കിയിരുന്നു. എനിക്ക് നിന്നോട് ഇഷ്ടമുള്ള കാര്യം നമ്മുടെ ഫാമിലിയും ഒക്കെ അറിഞ്ഞു. നീ ഒഴിക്കുക ബാക്കി എല്ലാവരും അറിഞ്ഞേക്കും. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഞാൻ പ്രൊഫസറായിട്ട് നീ പഠിക്കുന്ന കോളേജിൽ തന്നെ വന്നത്. അങ്ങനെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടത് ഓർമ്മയ്ക്ക് തല്ലുണ്ടാക്കിയത്. അത് ഞാൻ മനഃപൂർവ്വം തല്ലുണ്ടാക്കി, നിന്റെ തല്ല് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലിയ പറഞ്ഞു നിന്നെ ഇച്ചായ ലിസക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞത് നീ പറയാൻ നിൽക്കണ്ട, ഞാൻ നിന്റെ ബ്രദറാന്നുള്ള കാര്യം പറയാൻ നിൽക്കണ്ട, ജിമ്മിനോട് ഞാൻ പറഞ്ഞിങ്ങനെ. അപ്പൊ വീട്ടുകാർ ഉറപ്പാണ് നമ്മളെ മാരേജ് എന്തായാലും കഴിക്കും. അന്ന് ഞാൻ സർപ്രൈസ് ആയിട്ട് നിന്റെ മുന്നിൽ പറയാന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ അടുക്കലാണ് ആയു വന്നതും അങ്ങനെ കുറെ സീനായതും. ഞാൻ നിന്നെ സോറി അപ്പൊ ദേഷ്യം കൊണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞു, റിയലി സോറി. പക്ഷെ എനിക്ക് നിന്നെ അത്ര ഇഷ്ടം. നീ ഇല്ലാതെ ഉള്ള ലൈഫ് ആലോചിക്കാൻ എനിക്ക് അറിയില്ല.
ये हंसी वादियाँ ये खुला आसमां, आ गए हम कहाँ है मेरे साजना। इन बहारों में दिल की कली खिल गई, मुझको तुम जो मिले हर खुशी मिल गई। तेरे होठों पे हैं हुस्न की बिजलियाँ, तेरे गालों पे हैं जुल्फ की बदलियाँ। तेरे दामन की खुशबू से महके चमन, संग मरमर के जैसा ये तेरा बदन।